നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓടുന്ന ട്രെയിനിൽ എപ്പോഴും ഒരു ഭയമാണ് അപായ ചങ്ങല എന്ന് പറയുന്നത്. ഏതെങ്കിലും വലിയ അത്യാവശ്യഘട്ടം എമർജൻസി ഉണ്ടാകുമ്പോൾ നമ്മുടെ യാത്രക്കാരുടെ ഒരു ആശ്വാസ ചങ്ങല കൂടിയാണ് ഈ അപായ ചങ്ങല എന്ന് പറയുന്നത്. എന്നാൽ അതൊരു പാലത്തിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു അനുഭവം ഒരു ട്രെയിനിന് ഉണ്ടായിരിക്കുകയാണ്. യാത്രക്കാരർ അപായ ചങ്ങല വലിച്ചതിനെ തുടർന്ന് കണ്ണൂർ വളപട്ടണം പുഴയുടെ പാലത്തിന് മുകളിൽ നിന്ന ട്രെയിനിലെ യാത്രക്കാർക്ക് രക്ഷകരായി പാലക്കാട് സ്വദേശിയായ ടിക്കറ്റ് പരിശോധകൻ MP രമേശിന്റെ വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത്. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ഓണം സ്പെഷ്യൽ 06042 എന്ന ട്രെയിനാണ് യാത്രക്കാരൻ അപായ ചങ്ങല വലിച്ചതിനെ തുടർന്ന് കണ്ണൂർ വളപട്ടണം പുഴയുടെ പാലത്തിൽ നിന്നുപോയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:45 സംഭവം ഉണ്ടാവുന്നത്. S1 കോച്ചിൽ നിന്ന് കണ്ണൂരിൽ ഇറങ്ങാൻ വിട്ടുപോയ യാത്രക്കാരനാണ് ചങ്ങല വലിച്ചത്. ട്രെയിൻ അപ്പോഴേക്കും വളപട്ടണം എത്തിയിരുന്നതിനാൽ ട്രെയിൻ പാലത്തിന് മുകളിൽ നിന്നു. പാലത്തിന് മുകളിൽ ആയതിനാൽ ട്രെയിൻ വീണ്ടും ഓടാൻ പ്രഷർ വാൽവ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗാർഡിനും ലോക്കോ പൈലറ്റിനും എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി. അതിനിടെ രണ്ടും കൽപ്പിച്ച കോച്ചുകൾക്കിടയിലെ ഈ വെസ്റ്റിബൂൾ വഴി രമേശ് കോച്ചിനടിയിൽ ഇറങ്ങുകയായിരുന്നു. ഇരുട്ടത്ത് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മാത്രമായിരുന്നു രമേശിന്റെ ആശ്രയം. തുടർന്ന് ടോർച്ചുമായി എത്തിയ ലോക്കോ പൈലറ്റും ഗാർഡും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ശ്രമകരമായി രമേശ് പ്രഷർ വാൽവ് പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചു. 8 മിനിറ്റ് ശേഷം ട്രെയിൻ യാത്ര തുടർന്നു. പാലത്തിന് മുകളിൽ കൂടുതൽ നേരം ട്രെയിൻ നിൽക്കുന്നത് പാലത്തിന് അമിത ഭാരമായി അപകടത്തിന് ഇടയാക്കുകയും ചെയ്യും. ഈ സാഹചര്യമാണ് അദ്ദേഹം ശ്രമകരമായി ഒഴിവാക്കിയത്. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലെ ബംഗളൂരു സ്ലീപ്പർ ഡിപ്പോയിലെ ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടറായ MP രമേശാണ് വലിയ അപകടം ഒഴിവാക്കിയത്. തന്റെ ജോലിയുടെ ഭാഗമല്ലാതിരുന്നിട്ടും ദുഷ്കരമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ രമേശിനെ ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് KR ലക്ഷ്മി നാരായണന്റെ നേതൃത്വത്തിൽ ചേർന്ന ഭാരവാഹികളുടെ യോഗത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു. ചങ്ങല വലിച്ച യുവാവിനെതിരെ നടപടിക്ക് റെയിൽവേ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. അതായത് തങ്ങൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ അത് നികത്താൻ ചങ്ങല വലിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നത്. അതായത് ഇതിനു മുൻപും പല സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഫോൺ വെള്ളത്തിലേക്ക് പോകുമ്പോൾ ഉടനെ തന്നെ പോയി ചങ്ങല വലിക്കുന്നു. ഈ സ്റ്റോപ്പ് ഇറങ്ങാൻ മറന്നുപോയ അല്ലെങ്കിൽ ഇറങ്ങാൻ വിട്ടുപോയി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചങ്ങല വലിച്ച് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഉറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഈ സ്റ്റോപ്പിൽ ഇറങ്ങി യാത്ര തിരിക്കാമല്ലോ. ഒരുപക്ഷെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു ബസ്സോ ഓട്ടോയോ മറ്റ് ട്രെയിനോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളോ ഒക്കെ തന്നെ പിടിച്ചു നിങ്ങൾക്ക് യാത്ര ചെയ്ത് പോകാമായിരുന്നല്ലോ. അതിനിടയിലാണ് ഈ ആയിരക്കണക്കിന് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് ഇത്രയും വലിയൊരു അപകടസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാലത്തിൽ ട്രെയിൻ നിൽക്കുമ്പോൾ ട്രെയിനിന്റെ മുഴുവൻ വെയിറ്റും ആ പാലത്തിലേക്ക് എത്തും. അങ്ങനെ പാലം ഒരുപക്ഷെ അത്രയും വെയിറ്റ് താങ്ങാൻ കഴിയുന്ന ഒന്നാകണമെന്നില്ല. അത് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. എന്തായാലും തന്റെ ജോലി അല്ലായിരുന്നിട്ട് പോലും വളരെ ശ്രമകരമായി 3:45 സമയം. അപ്പോൾ എങ്ങനെയാണ് ഒരു രാത്രി സമയം അല്ലെങ്കിൽ പുലർച്ചെ ആകുന്നേ ഉള്ളൂ, വെട്ടമെന്ന് പറയുന്നത് ഉണ്ടാകാത്ത ഒരു സമയം, പലരും ഉറങ്ങുന്ന സമയമൊക്കെയാണ്. എന്തായാലും അദ്ദേഹം കാണിച്ച ഈ ഒരു ധീരതയ്ക്ക് ധൈര്യത്തിന് എല്ലാ യാത്രക്കാരും അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് നൽകുകയും ഒക്കെ ചെയ്തു. ഇനിയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. കാരണം സമയമാണ് എല്ലാത്തിനും വലുതെന്ന് നമുക്കറിയാം. 3:45 കണ്ണൂരിൽ എത്തിയിട്ട് ഫ്ലൈറ്റ് പിടിക്കാനുള്ളവരാണെങ്കിൽ ആ ശ്രദ്ധയിൽ ഇരിക്കണമായിരുന്നു. അല്ലാതെ ഉറങ്ങിപ്പോയിട്ട് പിന്നീട് മറ്റുള്ളവർക്ക് കൂടിയുള്ള ഈ അപകടം വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. എന്തായാലും തലനാഴിലേക്ക് രക്ഷപ്പെട്ട യാത്രക്കാരുടെ ആശ്വാസം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്.